നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒന്നാം പ്രതി പൾസർ സുനി ഹൈക്കോടതിയിൽ ഹർജി നൽകി. കേസിൽ 20 വർഷം കഠിന തടവാണ് പൾസർ സുനിക്ക് വിചാരണ കോടതി വിധിച്ചിരുന്നത്. വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, അല്ലെങ്കിൽ തന്നെ ആ വകുപ്പ്, ഈ പറയുന്ന കൂട്ടബലാത്സംഗ വകുപ്പ് പ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്നൊക്കെ ആരോപണങ്ങൾ കേട്ടതാണ്. വിചാരണ തടവ് കാലമൊക്കെ പൂർത്തിയാക്കി ഇനി ഏതാനും കുറച്ച് നാളുകൾ ആദ്യം പുറത്തിറങ്ങുന്ന പൾസർ സുനി ആയിരിക്കും. അതും കൂടെ റദ്ദാക്കണം എന്നാണോ സുനിയുടെ ആവശ്യം? വിപിൻ. അതെ അശ്മി, ആ ഒരു ആവശ്യവുമായാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. വിചാരണ കോടതി തന്റെ ഭാഗങ്ങൾ കേട്ടില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിലെ ശിക്ഷ റദ്ദാക്കണമെന്നുള്ള ആവശ്യം. 20 വർഷത്തെ കഠിന തടവിനായിരുന്നു കോടതി ശിക്ഷിച്ചിരുന്നത്. വിചാരണ കോടതി ഈ നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയെ ശിക്ഷിച്ചിരുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത്, ഈ അപ്പീലിൽ പ്രധാനമായും പറയുന്ന വാദങ്ങൾ, അതായത് ഈ മെമ്മറി, ഇതിൽ ദൃശ്യങ്ങൾ പകർത്തി എന്ന് പറയപ്പെടുന്ന ഫോൺ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഫോണിൽ ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ളതാണ് പ്രധാനമായും പൾസർ സുനി ഈ ഒരു ഹർജിയിൽ പറയുന്നത്. മറ്റൊന്നുള്ളത്, ഫോൺ കണ്ടെത്താതെ അതിലെ ദൃശ്യങ്ങൾ പകർത്തി എന്ന് പറയുന്നത് നിലനിൽക്കുന്നതല്ല. കാർഡ് കണ്ടെടുത്തത് നിയമപരമായ നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിക്കാതെയായിരുന്നു. ഒപ്പം തന്നെ ഈ കൃത്യത്തിന് ഉപയോഗിച്ചു എന്ന് പറയുന്ന സിം കാർഡ് അത് മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ളതാണ്. ആ വ്യക്തിയെ വിളിച്ചു വരുത്തുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കില്ല. DNA പരിശോധനയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു കാലതാമസം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. അതുകൊണ്ട് തന്നെ തെളിവുകൾ കൃത്രിമം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വാദം താൻ വിചാരണ കോടതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഈ വാദവും വിചാരണ കോടതി മുഖവിലയ്ക്കെടുത്തില്ല. അതുകൊണ്ടാണ് ഇതിലെ ശിക്ഷ റദ്ദാക്കണമെന്നുള്ള ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ളതുമാണ് ഇപ്പോൾ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഹർജി സ്വീകരിച്ച് എന്തായിരിക്കും ഇതിൽ വിധി പറയുക എന്നുള്ളതും വളരെ നിർണായകമാണ്. ആഷ്മി. വിപിൻ സി വിജയനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആ കേസ് കൂടി, ആ ശിക്ഷ കൂടി റദ്ദാക്കണം എന്നാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.